അസ്സലാമു അലൈക്കും. നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കരയിലെ ടൗണിൽ ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ സൂപ്പർ വീട്. എല്ലാം പണി കഴിഞ്ഞ് എന്താ പറയുക, എല്ലാ ഭാഗങ്ങളും ഒരു പണി തീർക്കാനില്ലാത്ത ഒറ്റ വർഷം പഴക്കമുള്ള ഒരു വീടാണ്. നിങ്ങൾക്ക് 14 സെന്റ് സ്ഥലം, 2350 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. വീട് 14 സെന്റാണ്. അപ്പോൾ നല്ല പുടുത്തമുട്ട മഴ പെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. വെള്ളം കയറുന്ന ഒരു സ്ഥലമല്ല, കരഭൂമി, ഏകദേശം പൊന്തി കിടക്കുന്ന സ്ഥലം. വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇവിടെ നനവോ കാര്യങ്ങളോ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഇത് കൂടിയല്ല. 14 സെന്റ് സ്ഥലമാണ്. തെങ്ങ് കാര്യങ്ങളും എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൽ ഇങ്ങനെ കണ്ടോളി വീടിന്റെ എല്ലാ മോഡലുകൾ, ഡിസൈൻ മോഡലുകളൊക്കെ നല്ല വെറൈറ്റി മോഡലാണ് വീടിന്റെ ഭാഗത്തിൽ. പിന്നെ അതേമാതിരി നമുക്ക് വണ്ടി നേരെ ഒന്ന് കാർ പോർച്ച്, വണ്ടി സൗകര്യം കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 14 സെന്റ് സ്ഥലമാണ്. 14 കാലുണ്ടാവും ഇതിൽ ആധാരത്തിലുണ്ട്. 14 സെന്റ് നമ്മൾ പറയുന്നുള്ളൂ. നേരെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. ഞാൻ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ ഓരോ ഡിസൈൻ മോഡലുകൾ കണ്ടോളൂ. വീട് കണ്ടാൽ ആര് കണ്ടാലും കൊത്തി കൊണ്ടുപോകുന്ന പോലെയാണ്. നല്ല വീട്, മുകൾ ഭാഗം ഫുള്ള് സീലിംഗ് ചെയ്ത് നല്ല അതിമനോഹരമായ വീടാണ്. നമ്മളിതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കാണാൻ നല്ല രസത്തിലുള്ള മോഡലാണ് ഈ വീടിൻ്റെ. എന്താ പറയുക, ഡോറിൻ്റെ ഡിസൈൻ മോഡലുകളൊക്കെ ഇത് മരത്തിലല്ല, ഇത് ഫുൾ സ്റ്റീലാണ്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെതൽ പിടിച്ചു പോവുകയോ ഒരു കംപ്ലൈൻറ്റ് വരില്ല. ജനാലിൻ്റെ ഡോറുകൾ ഫുള്ളും മരത്തിലൂടെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ആകെ 1 വർഷമായിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറിയാലോ. നമ്മൾ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത്. നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യം. മുകൾ ഭാഗത്ത് ഫുൾ സീലിംഗ് ചെയ്ത് നല്ല എന്താ പറയുക, അടിഭാഗത്ത് നമുക്ക് 2.4 മാർബോണൈറ്റ്, നല്ല അടിപൊളി വൈറ്റിൽ വരുന്ന മാർബോണൈറ്റാണ്. വീടിൻ്റെ ഏറ്റവും ഈ ഒരു ചെറുപ്പക്കാരെ പെൺകുട്ടികളായാലും സ്ത്രീകളായാലും ആണുങ്ങളായാലും ആഗ്രഹിക്കുന്നത് നല്ലൊരു വീടല്ലേ. അതിന് പറ്റിയൊരു വീട് കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. വീടിൻ്റെ ഹാൾ ഭാഗം കണ്ടോളൂ. എല്ലാ ഭാഗത്തും ലൈറ്റും കാര്യങ്ങളും. ആകെ 1 വർഷമായിട്ടുള്ള ഈ വീട് കയറിയിട്ട് നമുക്ക് ടിവിൻ്റെ ഫുൾ ബോർഡുകളും എല്ലാ സ്റ്റാൻഡ് റാക്കുകളൊക്കെ ഫുള്ള് വൃത്തിയായിട്ട് നല്ല മോഡലാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് ലൈറ്റ് ഫിറ്റിങ്സ്. ഇതിൻ്റെ കോമൺ ബാത്റൂം നല്ല വിശാലമായ സൗകര്യത്തിൽ നല്ലൊരു ബാത്റൂം കൂടിയാണ് ഇതിലുള്ളതിൻ്റെ. 3/4 ഭാഗം വരെ ടൈലും കാര്യങ്ങളായിട്ട് നല്ല ക്ലോസറ്റ്, കമ്പനി ക്ലോസറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഡോറുകളൊക്കെ നല്ല വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നൊക്കെ കണ്ടില്ല. അപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ നോക്കിയാൽ ആളുകൾക്ക് വന്നിരിക്കണം. സോഫ ഇടാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വലത്ത് ഭാഗത്തെ ഫസ്റ്റത്തെ റൂമിൽ ഫുൾ AC കണ്ടുള്ളതാണ്. കണ്ടൊക്കെ എല്ലാ വെറൈറ്റി ഇതിലാണ്. ഫർണിച്ചർ മൊത്തം തരില്ല കേട്ടോ. അല്ലാത്ത ഈ വീടിൻ്റെ എല്ലാ സാധനങ്ങളും ലൈറ്റ് ഫിറ്റും എല്ലാം നിങ്ങൾക്ക് അങ്ങനെയോടാണ് തരികയാണ്. ഫർണിച്ചർ മാത്രം തരില്ല. വീടിൻ്റെ ഏകദേശം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഭാഗം ചെയ്തിന്. അലമാര ഇങ്ങോട്ടൊക്കെ ഇതാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് നോക്കി. നല്ല വെറൈറ്റിയിലാണ് അലമാര. അതുമാതിരി റാക്കുകളൊക്കെ അരിമ തന്നെ കൊടുത്ത് ചെയ്തതാണ്. ചിലത് സ്ലാബിന്മ തന്നെ ചെയ്തിട്ടുള്ളുണ്ടാവും. ഇത് അങ്ങനല്ല, ഇത് ഫുള്ള് അലമാര സെറ്റ് ചെയ്തതാണ്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലുള്ളത്. ആര് കണ്ടാലും എന്താ പറയുക, നല്ല മോഡൽ വീടാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലുള്ളത്തെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, ഫസ്റ്റത്തെ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്നൊക്കെ കാണിച്ചത്. അതും പ്ലെയിൻ ഡോറുകളാണ് ഡിസൈൻ മോഡൽ പ്ലെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രലാണ് ഇതിന്മേ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഈ കട്ടിലതിൻ്റെ ഇത് വരുന്നത്. നല്ല വർക്കും കാര്യങ്ങളും. പിന്നെ ഫുള്ളും തടികൾ കൊണ്ടാണ് ജനാലിൻ്റെ വർക്കും കാര്യത്തിൽ. ഇപ്പോൾ ഫസ്റ്റത്തെ റൂം കണ്ട് രണ്ടാമത്തെ റൂമും അതേ വലുപ്പം തന്നെ. രണ്ടാമത്തെ റൂം നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല അതേ വലുപ്പം തന്നെ, എല്ലാ സൗകര്യത്തിൽ മുകൾ ഭാഗം മൊത്തം സീലിംഗ് ചെയ്ത് അലമാര ഇതിമ തന്നെ നമുക്ക് സെറ്റുകൾ ചെയ്ത് കണ്ടോ. ഈ തട്ടുകളും ശ്രദ്ധിച്ചാൽ മതി. ഇതിമ തന്നെ ഇത് സെറ്റ് ചെയ്ത് കണ്ട് അങ്ങനെ കണ്ട് ഉസാറാക്കിയുള്ളതാണ്. അതിൻ്റെ മുകൾ ഭാഗത്തെ സീറ്റുകളൊക്കെ കമ്പനി സീറ്റും കാര്യങ്ങളും. സ്പേസ് നല്ല ഉണ്ട്. റൂമിന് അത്യാവശ്യം നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകൾ ഭാഗം എല്ലാം സീലിംഗ് ചെയ്ത്. ഒരു ഭാഗത്ത് വിള്ളലോ ഒന്നുമില്ല. ഇതിൻ്റെ പ്രത്യേകത ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുള്ള് പുട്ടിയട്ടോ. സാധാ പെയിന്റ് മാത്രമല്ല, റൂമുകളൊക്കെ മൊത്തം പുട്ടിയിട്ട് നല്ല വൃത്തിയിലുള്ള പണിയാണ്. ഇതിലെടുത്ത പണികളൊക്കെ നല്ല വൃത്തിയുള്ള പറഞ്ഞ. മൂന്നാമത്തെ റൂം, അടിയിൽ 3 റൂമാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ സ്റ്റെയർ കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് വാഷ് ബേസിൻ്റെ നേരെ കട്ടിങ് ആയിട്ട് ഉള്ളിലേക്ക് മൂന്നാമത്തെ റൂം. ഓരോ വീടിൻ്റെ ഒരു റൂമെന്ന് ഒരു റൂമൊക്കെ കാഴ്ചയില്ലാത്ത മോഡലുകളാണ്. അതൊക്കെ സീലിങ്ങിൻ്റെ വർക്കൊക്കെ എന്തോ രസം മോഡലും. അതേമാതിരി എല്ലായിടത്തും ചെന്നാലും അലമാരൻ്റെ സെറ്റ്
അലമാരൊക്കെ സെറ്റ് ഫുള്ള് ഹൈറ്റിലാണ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ ഡോർ ഡബിൾ ഡോറായിട്ട് പിന്നെ നീളത്തിന് വരുന്ന ഡോറൊക്കെ സെറ്റ് ചെയ്തതൊക്കെ നല്ല എന്താ പറയുക ക്വാളിറ്റി, അത്ര കമ്പനി സാധനം കൊണ്ടാണ് ക്വാളിറ്റി കൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഫുൾ സീലിങ്ങും വർക്കും കാര്യങ്ങളും എല്ലാ ഭാഗം ഫുൾ ക്ലിയറിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും. ഇനി നമുക്ക് വിശപ്പൊക്കെ വരുമ്പോൾ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഓടിച്ചെല്ലുമല്ലോ, അതാണ് നമ്മൾ കിച്ചണിലേക്ക് അടുക്കളയിലേക്ക് പോകുമ്പോൾ വിശാലമായ നിങ്ങോട്ടേക്ക് എല്ലാ സൗകര്യത്തിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും, അതും മുകൾ ഭാഗത്ത് എടുത്ത ഈ കല്ല് നോക്കിക്കളെ, അതൊക്കെ നമ്മൾ നോക്കേണ്ട പ്രത്യേകതയായിട്ട്. കല്ല് ഇതിന് കുറഞ്ഞ് എത്രമാത്രം തുടക്കണനുസരിച്ച് പ്ലേസ് നല്ല ക്ലേസിങ് കിട്ടുന്ന നാനോ വൈറ്റ്, അതെ നാനോ വൈറ്റിന് നല്ല അടിപൊളി ടൈലാണ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അടിഭാഗത്ത് ഫുള്ള് വലിപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. മുകൾ ഭാഗത്തെ ഗ്ലാസ്സുകൾ നമ്മൾ പ്ലേറ്റ് വെക്കുന്ന ഡോർ ഒക്കെ ഓരോ ഐറ്റം തിരിച്ചറിയുന്ന രൂപത്തിൽ മുകൾ ഭാഗം ഫുള്ള് ഇത് വെച്ചിട്ട്, പിന്നെ നമുക്ക് ഫ്രിഡ്ജ് പ്രത്യേകതയായിട്ട് വെക്കാൻ തന്നെ ഒരു ക്യാപ്പ്, അടിപൊളി ഡബിളിൻ്റെ ഫ്രിഡ്ജ്, സൂപ്പർ ഫ്രിഡ്ജൊക്കെ വെച്ച് നല്ല സൗകര്യം. എല്ലായിടത്തും ഒരേ മാതിരിയാണ്. ഇത് നേരെ നമ്മൾ അടുക്കളയുടെ വേറെ പുറത്ത് വന്നിട്ട് നമ്മൾ പ്രാർത്ഥന റൂം വേണമെങ്കിൽ ആക്കാം, നമുക്കൊരു സ്റ്റോർ റൂം ആക്കാം, സാധനം സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കാം. ആർക്കും എടുക്കുന്ന ആളുകൾക്ക് ഇതിപ്പോൾ പ്രാർത്ഥന റൂം ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തും ഒരേ മോട്ടറിക്ക് സീലിംഗ് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് ചെറിയ ഫാൻ ഫിറ്റൊക്കെ ചെയ്ത് നല്ലൊരു വെറൈറ്റിയിലാണ് മോഡലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. 3 റൂമാണ് അടിയിൽ, അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അടിയിൽ തന്നെ 3 റൂം, 2350 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടാണ് കഴിച്ചത്. ഇനി വേറെ കണ്ടു വർക്കിലൊന്ന് കണ്ടുപോയി. ഇതിൻ്റെ വർക്കരേക്ക് ഇനി വേറെ അടുക്കള, നമ്മളെ അടുക്കളയ്ക്ക് വർക്കരേക്ക് പുറത്തേക്കെടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗം വരെ ഇവിടെ വരെ ഫുള്ള് വാർപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സീറ്റ് ഇട്ടിട്ടുള്ളത്. നല്ല എന്താ പറയുക, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും, സ്ത്രീകൾക്ക് വെറുതെ ഇരുന്ന് കണ്ട് നുണ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു കസാരൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. നല്ല സുഖമായിട്ട് ഇരുന്ന് നമുക്ക് എന്താ ഉണ്ടാക്കണമൊക്കെ ഒന്ന് ചോദിച്ച് നോക്കി. ചെറിയ തിണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ വീടിൻ്റെ ഒരു ഓപ്പണായിട്ട് നല്ല രസത്തിലാണ് അടുക്കളൻ്റെ ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അയൺ ചെയ്യാൻ, ഇസ്തിരി ഇടാനൊക്കെ അയൺ ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ, ഒരു മെഷീൻ ഉണ്ട്, ഒക്കത്തിന് സൗകര്യ സ്പേസും കാര്യങ്ങളും വെച്ചിട്ട് എന്താ പറയുക, ഓരോ ആൾക്കാരെ തലമണ്ട തന്നെയാണ് അല്ലേ. ഒരു വീടെടുക്കുമ്പോൾ ഓരോ സ്ത്രീകളും അതേമാതിരി അതിലെ വീട്ടിലുള്ള പിള്ളേരും ഒക്കെ ഓരോ ഇഷ്ടത്തിലാണ് അവരിൻ്റെ ഇതിൽ വർക്കും കാര്യങ്ങളും. എന്താ രസം നോക്കി. പുറത്തോട്ട് നമുക്ക് ലൈറ്റ്, നമുക്ക് ഒരു 6 മണി വരെ നമുക്ക് ലൈറ്റ് ഇടേണ്ട ഹൗസിലെ ഗ്രില്ല് വെച്ചിട്ട് പുറത്തോട്ട് നല്ല സ്പേസും കാര്യമുണ്ട്. 14 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല സൗകര്യത്തിൽ നമുക്ക് അലക്കാനുള്ള കല്ലുകളാക്കണം. തൊട്ടൊക്കെ നമ്മളെ പുതിയ മോഡൽ റെഡിമെയ്ഡിൽ വരുന്ന നമുക്ക് സോപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു വെറൈറ്റിയിലാണ് വീടിൻ്റെ വർക്ക്. 2350 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് അല്ലേ. ഏകദേശങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി നമ്മൾ മുകളിലേക്ക് നടക്കുക. ഈ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, സൈഡ് ഭാഗം ഗ്ലാസും അതേമാതിരി തടിയിലൂടെയാണ് ഇതിന്റെ സൈഡത്തെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഇതിന്റെ പ്രത്യേകത നമ്മൾ കാലിലേക്ക് കാര്യങ്ങൾ കയറ്റി വെക്കുമ്പോൾ സെൻസറാണ്. ഓരോ ഭാഗം ഇങ്ങനെ പോകുന്ന ഭാഗം ഇങ്ങനെ ലൈറ്റ് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. മുകൾ ഭാഗമൊക്കെ ഫുള്ള് സീലിംഗ് ചെയ്ത് 2 ഭാഗത്തൊരു പുടുത്തം. ഇവിടെ നമുക്ക് ഉള്ള മാതിരി തോന്നുന്നുണ്ടെങ്കിൽ അല്ലേ, തടി ഉള്ളത് മോടെ നമ്മൾ ഈ കയറുന്നത് ഇതേമാതിരി ഇവിടെ പിടിച്ച് കയറുന്ന മാതിരി, അത് 2 പിടുത്തുള്ള 2 ഭാഗത്തുള്ള മാതിരി നമുക്ക് തോന്നുന്ന മോഡലാണ്. വീടിൻ്റെ വർക്ക് തന്നെ ചെയ്തിട്ട് ഫുള്ള് സെൻസർ കൊണ്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും. പിന്നെ നമുക്ക് തോന്നുന്നത് പ്ലെയിൻ ആണോ ഗ്ലാസ് ആട്ടോ, നല്ല അടിപൊളി നല്ല കേജ് കട്ടിയുള്ള നല്ല ഗ്ലാസ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഹാളിൽ നിന്ന് നേരെ ഹാളിലേക്ക് എത്തിയിട്ടില്ല. ഹാളിൻ്റെ മുന്നേ തന്നെ നമ്മൾ 4ാമത്തെ റൂം, മുകളിൽ ഇപ്പോൾ ഫസ്റ്റത്തെ റൂമ് കാണും, 4ാമത്തെ റൂം മുകൾ ഭാഗം മൊത്തം സീലിംഗ് ചെയ്ത് അതുമൊക്കെ നോക്കി നിങ്ങൾ ഫുള്ള് അലമാര സെറ്റിലൂടെയാണ്. ഫുള്ളും അതിൻ്റെ മോഡലും അലമാര. പിന്നെ നമുക്ക് മുഖം നോക്കാനുള്ള ക്ലാസ്സും കാര്യങ്ങളും എല്ലാ ഭാഗത്തും ഒരേ മാതിരിയാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നോക്കാം, നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതൊക്കെ സൗകര്യമാണ്. വീട് നോക്കുക, ഏത് വ്യക്തികളും വിശാലമായ സൗകര്യം തന്നെ നമ്മൾ പറയും. നോക്കിങ്ങൾ ബാത്റൂം ഫുള്ള് ഒരു എന്താ പറയുക തട്ടിപ്പ് പണി എന്നൊക്കെ പറയും. നമ്മൾ എടുക്കാത്ത നല്ല ഒരു സൂപ്പർ വീടിൻ്റെ. ഇപ്പം 4 റൂമിൽ ഇപ്പം എത്ര നമ്മൾ അറ്റാച്ച്ഡ് കണ്ട്, 2 റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കണ്ട് സൗകര്യത്തിൽ നല്ല അടിപൊളി വീടാണ്. 2350 സ്ക്വയർ ഫീറ്റ്. ഇതിന് നമ്മൾ നേരെ ഹാളിലേക്കാണ് പോണത്. എല്ലാ ഭാഗത്തും ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹാളിലേക്ക് നല്ല വിശാലമായ ഹാള്, നല്ല സൗകര്യം ഇല്ലെങ്കിൽ എല്ലാ സൗകര്യത്തിൽ നല്ല വിശാലമായ ഹാളിൽ നിന്ന് നേരെ മുകൾ ഭാഗത്ത് മൊത്തം സീലിംഗ് ചെയ്ത് എന്താ ഒരു ഭാഗത്തേക്ക്. ഇനി ഈ ഭാഗത്തേക്ക് റൂമില്ല. റൂമുള്ളത് ഇപ്പോൾ ഫസ്റ്റ് കണ്ട ആ ഒറ്റ റൂമാണ് മുകൾ ഭാഗത്തുള്ളത്.
ഓപ്പൺ ടെറസ് പുറത്തോട്ട് നോക്കി നല്ല കാഴ്ചയിൽ നമുക്ക് ഇതാക്കണം. ഇവിടെയൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല്ല് തേക്കാനുള്ള സൗകര്യങ്ങളും വാഷ് ബേസും എല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും നല്ല വർക്കും കാര്യങ്ങളൊക്കെ നോക്കി മുകളിൽ ചുമര് ഒരു ഭാഗത്ത് ഒരു വിള്ളലോ ഒന്നില്ല. മുകൾ ഭാഗത്തൊക്കെ സീലിംഗ് ചെയ്ത് എല്ലാം സീറ്റ് ഇട്ട് നല്ല സൗകര്യത്തിൽ അടിഭാഗത്തിൻ്റെ പ്രത്യേകത നോക്കിങ്ങൾ. ഇത് നമുക്ക് ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ തന്നെ എല്ലാ സിമെൻ്റൊക്കെ കൊടുത്ത് നല്ല വൃത്തിയാക്കി നല്ലൊരു വീടപ്പം നമുക്ക് കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴാണ് വീടിൻ്റെ കാഴ്ചൻ്റെ പുറമ്പോത്ത് നമുക്ക് ഇങ്ങനെ കാണുള്ളൂ. മുകളൊക്കെ സീലിംഗ് ചെയ്ത് നല്ല എന്താ പറയുക, ഇതിവിടൊക്കെ ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്ലാസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും അടിപൊളി വർക്കുകൾ. ഇതിൻ്റെ മുകളിലത്തെ നമ്മൾ അടിയിൽ കണ്ട അതേമാതിരിയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അടിഭാഗം നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളും. ആ താഴത്തെ തെങ്ങി ആ മൂച്ചൊക്കെ ഇതിൽ വരുന്നതാണ്. കിണറാണ് ആ കാണുന്നത് കേട്ടോ. അതാക്കുന്ന തൊട്ട് മുകളിലത്തിന് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് താഴെ ഭാഗത്ത് വലിയ റിങ്ങിൻ്റെ കിണറാണ് കാണുന്നത്. അത് നമുക്ക് ഇതിലേക്കുള്ള സൗകര്യമാണ്. 2 പാസിങ് സൗകര്യം ഇതിലേക്ക് വരുന്നുണ്ട്. 2 സ്ഥലം നമ്മൾ റോഡ് ഇതിലേക്ക് വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. ഇതിന് നമുക്ക് 2 ഭാഗത്തിലേക്ക് കയറാനുള്ള സൗകര്യം, ഇതിലേക്ക് 2 പാസിങ് സൗകര്യം ഉണ്ട്. ഇതിൽ വീട്ടിലേക്ക് കയറാനുള്ള 2 റോഡ് വഴിയാണ് ഇത് വരുന്നത്. നമ്മൾ പുറത്തുള്ള ബാത്റൂമാണ്. നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇപ്പോൾ ഒരു സ്ത്രീ നമുക്ക് ഉള്ളിലേക്ക് കയറി പോരാൻ പറ്റാതെ നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് പുറത്ത് ഉള്ളിലേക്ക് അങ്ങനെ പുറത്തോട്ട് ബാത്റൂമൊക്കെ പോകണമെങ്കിലൊക്കെ സൗകര്യത്തിൽ പുറത്തത്തെ ബാത്റൂം നല്ല സൗകര്യം സ്പേസും നമുക്ക് കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിമുണ്ട്. 14 സെൻറ്റ് സ്ഥലം, അതായത് 2350 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, 4 റൂം, അതിൽ 2ലും അറ്റാച്ച്ഡ് ബാത്റൂം. എന്താ പറയുക, നല്ല സൗകര്യത്തിലടങ്ങിയ ഈ വീട്. ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ 1/2 കിലോമീറ്റർ നമ്മൾ ബസ് റൂട്ട് റോഡിൽ നിന്ന് നമ്മളെ തൊട്ടടുത്ത് പള്ളി, അതേമാതിരി കുട്ടികളെ ചർച്ച്, പള്ളി ചർച്ച് ഇവിടെ തൊട്ടടുത്തുണ്ട്. പിന്നെ സ്കൂൾ തൊട്ട് നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ പോയാൽ +1 അതായത് LKG തൊട്ട് നമ്മളത് +2 ഡിഗ്രി TTC അടക്കം ഇവിടെ തൊട്ടടുത്ത് തന്നെ 1.5 കിലോമീറ്റർ പോയാൽ നല്ല സൗകര്യത്തിലടങ്ങി ഈ വീടിന് ചോദിക്കുന്ന എത്ര നിങ്ങൾക്ക് അറിയോ? 1 കോടിയാണോ? അല്ല. 80 ലക്ഷമാണോ? വേണ്ട. എത്ര കൊടുക്കണം? ഒരു 65 ലക്ഷം രൂപ. ഈ വീട് കണ്ടില്ല നിങ്ങൾ? ഇഷ്ടപ്പെട്ടെങ്കിൽ നെഗോഷ്യബിളാണ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് നമ്മൾ കച്ചവടം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ.